നമ്മുടെ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ ഗർഭിണി പ്രഗ്നൻ്റ് ആവുന്ന സ്ത്രീകൾ പലതരം മാനസിക സമ്മർദ്ദങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് അല്ലേ. അതിൻ്റെ കാരണങ്ങൾ പലതായിരിക്കാം. ചിലപ്പോൾ ന്യൂക്ലിയർ ഫാമിലി ആവുന്നു, അതുപോലെ തന്നെ ഹസ്ബൻഡ് പുറത്താണ്, അപ്പോൾ വൈഫ് സ്വാഭാവികമായിട്ടും ഇവിടെ ഒറ്റയ്ക്കാണ്, അപ്പോൾ ആ ഒരു ഇമോഷണൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ പ്രഗ്നൻസിയുടെ സമയത്ത് പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും അല്ലേ. ഇപ്പോൾ കാരണം ചില ആളുകൾക്ക് ബെഡ് റെസ്റ്റ് പറയും, കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് പറയും. ഇപ്പോൾ ഞാൻ ആ കൂട്ടത്തിൽ പെട്ടൊരു വ്യക്തിയാണ്, എനിക്ക് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ ബെഡ് റെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓടിച്ചാടി നടന്നുകൊണ്ട് പുറത്ത് ജോലിക്കൊക്കെ പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ഒരു ദിവസം അല്ലേ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യാന്നൊക്കെ പറയുന്നത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്തൊരു കണ്ടീഷനാണ്. കാരണം ഇപ്പോൾ നമുക്കത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് കൂളായിട്ട് ഈസി ആയിട്ട് പറയാം. പക്ഷെ നമ്മളത് ആ ഒരു കടന്നു പോകുന്ന സിറ്റുവേഷൻ, ആ സമയത്ത് ഉണ്ടാകുന്ന ഈ പറഞ്ഞ മൂഡ് ഫ്ലക്ച്വേഷൻസ്, അതുപോലെ തന്നെ ഇമോഷണൽ നമ്മൾ സ്റ്റെബിലിറ്റി ഉണ്ടാവത്തില്ല, ഹോർമോണൽ ഇംബാലൻസ് മൂലം ഉണ്ടാകുന്ന പ്രോബ്ലംസ്, പിന്നെ അതുപോലെ തന്നെ കുട്ടിക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് വരുമോ എന്നതിനെക്കുറിച്ചുള്ള ടെൻഷൻ, പിന്നെ ഫാമിലിയിൽ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ അബോഷനോ അല്ലെങ്കിൽ ഏർലി പ്രഗ്നൻസി ഉണ്ടാവും, നേരത്തെ ഡെലിവറി സംഭവിക്കാം, ഇങ്ങനത്തെ പല കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചുള്ള ടെൻഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നമ്മുടെ ഗർഭിണികൾ സ്വാഭാവികമായിട്ടും ടെൻഷൻ, ഓൾറെഡി നമ്മുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്, എല്ലാ ആളുകൾക്കും എന്തിനും ടെൻഷനാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഗർഭിണിയാണെന്നുണ്ടെങ്കിൽ ടെൻഷൻ കൂടി അല്ലേ. കുട്ടിയെക്കുറിച്ചുള്ള കൺസേൺ വരുന്നു, സ്വന്തം ആരോഗ്യത്തെക്കുറിച്ചുള്ള കൺസേൺ, പിന്നെ അതുപോലെ തന്നെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ എപ്പോഴും ഹസ്ബൻഡ് ഉണ്ടാവണമെന്നില്ല, വിദേശത്താണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടെൻഷൻ ഉണ്ടാകും. പിന്നെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഏത് രീതിയിൽ നമുക്ക് സപ്പോർട്ട് കിട്ടുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ പഴയ തലമുറയിലെ ആളുകളൊക്കെ ഇപ്പോൾ ഗർഭിണികളൊക്കെ ഞങ്ങളും ഗർഭിണികളാണല്ലോ എന്നുള്ള രീതിയിലും വിടുന്നുണ്ട്. സത്യത്തിൽ അങ്ങനെയല്ല, ഗർഭിണികൾക്ക് കിട്ടേണ്ട പരിഗണന കിട്ടണം. ഇല്ലാന്നുണ്ടെങ്കിൽ അവരിൽ ഈ പറഞ്ഞ പോലെ പല രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനത്തെ പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ഗർഭിണികൾ പല രീതിയിലുള്ള സമ്മർദ്ദം, ടെൻഷൻ അനുഭവിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് സ്വാഭാവികമായിട്ടങ്ങ് കടന്നു പോയില്ലേന്ന്. പക്ഷെ അങ്ങനെയല്ല. ഇങ്ങനെ ഒരു ടെൻഷൻ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കുട്ടിയെ, നമ്മുടെ ഗർഭപാത്രത്തിലുള്ള നമ്മുടെ കുട്ടിയെ 100% മോശമായിട്ട് തന്നെ ബാധിക്കും. ഇപ്പം ഇതൊരു സിമ്പിളായിട്ട് കടന്നു പോകുന്നൊരു കാര്യമല്ല. കാരണം ഈ ടെൻഷൻ അടിക്കുന്ന ഈ സ്ട്രെസ് മൂലം പല രീതിയിലുള്ള ഹോർമോൺസും പദാർത്ഥങ്ങളും നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്നുണ്ട്. ഇതെല്ലാം പ്ലാസൻ്റെ വഴി നമ്മുടെ കുട്ടിയിലേക്കാണ് ചെല്ലുന്നത്. സ്വാഭാവികമായിട്ട് കുട്ടിയുടെ ഫങ്ഷനെ ഇത് മോശമായിട്ട് ബാധിക്കും. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ അമ്മമാർ ടെൻഷൻ അടിച്ച് ഉണ്ടാവുന്ന കുട്ടികൾക്ക് പിന്നെ ഫ്യൂച്ചറിൽ പല രീതിയിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ട്. കാരണം അവർ ഹൈപ്പർ ആക്റ്റീവ് ആവുന്നു, പിന്നെ അതുപോലെ തന്നെ അവരിൽ പെട്ടെന്ന് ഡിപ്രഷൻ, നമ്മളൊക്കെ ഇപ്പോൾ പറയുന്നത് 30-40 മുകളിലോട്ട് പോകുമ്പോൾ ഡിപ്രഷൻ വരുന്നു എന്നൊക്കെയാണ്. പക്ഷേ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്ന അമ്മമാരിലൊക്കെ കുട്ടികൾ നേരത്തെ ഡിപ്രഷൻ വരും. പിന്നെ അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ഡിസോർഡർ, അങ്ങനെ പല രീതിയിലുള്ള പ്രോബ്ലംസ് വരുന്നുണ്ട്. ഈ ചില അലർജിക് അസുഖങ്ങളൊക്കെ ഇല്ല, ആസ്മ പോലത്തെ അസുഖങ്ങൾ, ഇതൊക്കെ ശരിക്കും ഇതിൻ്റെയൊക്കെ മെയിൻ കാരണം അമ്മ ടെൻഷൻ അടിച്ചു എന്നല്ല പറയുന്നത്, പക്ഷെ അതും ഇതിനൊരു കാരണമാകാം. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ ഈ പറഞ്ഞ ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് ആ അമ്മയുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന അവരുടെ മാനസികമായിട്ടുള്ള എന്തൊക്കെയാണോ പ്രോബ്ലംസ്, അത് തീർച്ചയായിട്ടും 100% കുട്ടികളെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഗർഭിണിമാരെ, പുതിയൊരു തലമുറ, പുതിയ ജനറേഷൻ നന്നായിട്ട് വരാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗർഭിണിയായിട്ടുള്ള സ്ത്രീയെ വളരെ നന്നായിട്ട് നമ്മൾ ടേക്ക് കെയർ ചെയ്യണം അല്ലേ. അത് കുടുംബത്തിലുള്ള എല്ലാ ആളുകളുടെയും ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ ഗർഭിണിയുടെയും കൂടി ഉത്തരവാദിത്തമാണ്. കാരണം എൻ്റെ വയറ്റിൽ കൊച്ചുണ്ട്, സ്വാഭാവികമായിട്ടും ആ കൊച്ചിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റവും കൂടുതൽ ഗർഭിണിക്കാണ്. സോ ഗർഭിണി തന്നെ തീരുമാനിക്കണം, ഞാൻ ഹാപ്പി ആയിട്ടിരിക്കണം, ടെൻഷൻ അടിക്കാൻ പാടില്ല എന്നല്ലേ. കൂട്ടത്തിൽ ഫാമിലി മെമ്പേഴ്സും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പറയുന്നുണ്ട് പല രീതിയിൽ നമ്മൾ എഡ്യൂക്കേറ്റഡ് ആണ്, നമുക്ക് ഇനിയിപ്പോൾ ഗർഭിണിയെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യണമെന്ന് നമുക്കറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം എന്ന് പറയുമ്പോൾ പോലും നമ്മളുടെ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മാധ്യമത്തിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഞെട്ടിക്കുന്ന വാർത്തകളുണ്ട്. നമ്മൾ വളരെയധികം മുൻപോട്ട് പോയി, സാക്ഷരതയുടെ കാര്യത്തിൽ മുമ്പോട്ട് പോയി എന്നൊക്കെ പറയുമ്പോഴും അതിനെയൊക്കെ താഴ്ത്തിക്കെട്ടുന്ന രീതിയിലുള്ള വാർത്തകൾ നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്നത് വന്നിട്ടുണ്ട്. നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ പത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും. റീസെൻ്റ്ലി നമുക്ക് തിരുവനന്തപുരത്ത് നിന്നൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കേരളീയരെ മൊത്തം ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു അല്ലേ. കാരണം അതായത് ആശുപത്രിയിൽ പോയി ഡെലിവറി എടുക്കാതെ വീട്ടിൽ തന്നെ സ്വയം ചികിത്സിച്ച് അല്ലെങ്കിൽ സ്വയം പ്രസവം എടുക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ അമ്മയും നവജാത ശിശുവും മരിച്ചു. കാരണം ഓൾറെഡി 3 കുട്ടികളുണ്ട്, 4ാമത്തെ ഡെലിവറി ആയിരുന്നു അവരുടേത്. അപ്പോൾ ഭർത്താവ് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ചികിത്സകൾ നൽകാനോ അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും മെഡിക്കൽ സപ്പോർട്ട് ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അമ്മയും ആ നവജാത ശിശുവും മരണപ്പെട്ടത്. അപ്പോൾ ഇത് നമ്മുടെ മുൻപിൽ, കാരണം ഇത്രത്തോളം ആളുകളിലേക്ക് അവയർനെസ് ഉണ്ടെന്ന് പറയുമ്പോഴും ചില ഇത്തരം ഒരു ഒറ്റപ്പെട്ട സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്നാണല്ലോ നമ്മൾ ഈ ഒരു ന്യൂസിൽ ഇത് കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് പ്രോഗ്രാം, അതുകൂടാണ്ട് തന്നെ ഇപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ നമ്മുടെ ഗർഭിണികൾ അനുഭവിക്കുന്ന സ്ട്രെസ്സ്, അപ്പോൾ അവർക്ക് ഈ ഒരു സ്ട്രെസ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ആക്റ്റീവായിട്ട് നിലനിർത്തുക. കാരണം നമ്മുടെ ടെൻഷനും സ്ട്രെസ്സും പ്രഷറും ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ആക്റ്റീവ് ആയിരിക്കണം, എനർജറ്റിക് ആയിട്ടിരിക്കണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ, അവയർനെസ് പ്രോഗ്രാം, അതുപോലെ തന്നെ
ക്യൂസ് കോമ്പറ്റീഷൻ തുടങ്ങിയിട്ടുള്ള ചെറിയ ചെറിയ മത്സരങ്ങളൊക്കെ നമ്മുടെ വർക്ക് ഫ്രം ഹോം ടീം മെമ്പേഴ്സ് ഉണ്ട്, അവരുടെ കൂട്ടത്തിൽ ചേർന്ന് ഇവർക്ക് ഇങ്ങനത്തെ മത്സരങ്ങളും അതുപോലെ തന്നെ അവരുടെ കഴിവുകളൊക്കെ പ്രദർശിപ്പിക്കാൻ ചെറിയ ചെറിയ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാവും. അതുമാത്രമല്ല ഈ ക്യൂസ് കോമ്പറ്റീഷനിലെ വിജയിക്ക് ക്യാഷ് പ്രൈസ് ഉണ്ട്, ഫസ്റ്റ് പ്രൈസ് വിജയിക്ക് 5000 രൂപ ക്യാഷ് പ്രൈസ് ഉണ്ട്. അങ്ങനത്തെ ചെറിയ ചെറിയ മത്സരങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾ ഗർഭിണിയാണെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കാം, അതിലേക്ക് നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും ഒന്ന് അയച്ചാൽ മതി. ഇനി അത് മാത്രമല്ല, ഈ ഒരു പ്രോഗ്രാം ഗർഭിണികൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ മുലയൂട്ടുന്ന അമ്മമാർക്കും കൂടി വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ആദ്യം പറഞ്ഞ ഈ സ്ട്രെസ്സും ടെൻഷനും പ്രഷറും ഒക്കെ ഗർഭിണികൾ മാത്രമല്ല അനുഭവിക്കുന്നത്. അത് നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളോട് ചോദിച്ചാൽ അറിയാം, അവർ ഗർഭിണി ആയിരുന്നതിനേക്കാൾ കൂടുതൽ ടെൻഷനും പ്രഷറും ഒക്കെ അനുഭവിക്കുന്നത് ആഫ്റ്റർ ഡെലിവറിയാണ്, ഡെലിവറിക്ക് ശേഷമാണ്. അതുകൊണ്ടല്ലേ നമ്മൾ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നത് അല്ലേ. ഇപ്പോൾ നമ്മൾ വളരെ മനോഹരമായ പേരൊക്കെ ഇട്ട് വിളിക്കുന്നുണ്ട്, ആളുകൾക്ക് അതിനെക്കുറിച്ച് കുറേയൊക്കെ അവയർനെസ് ഉണ്ട്, എങ്കിലും കൂടുതൽ ആളുകൾക്ക് അതിനെക്കുറിച്ച് അവയർനെസ് ഇല്ല. കാരണം നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ, അമ്മ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വരെ വരുന്നുണ്ട്. അപ്പോൾ അതതിൻ്റെ എക്സ്ട്രീം കേസിലേക്ക് പോകുന്നതാണ്. പക്ഷെ എങ്കിൽ പോലും നോർമലി ഒരു 99% സ്ത്രീകളിലും ഈ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ആയിട്ടില്ലെങ്കിൽ അതിൻ്റെ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം ആളുകൾക്കും കൂടി വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ പ്രോഗ്രാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു കുട്ടികളെ പാലൂട്ടുന്ന അമ്മമാരാണെങ്കിൽ, ഡെലിവറി കഴിഞ്ഞിട്ട് കിടക്കുന്ന അമ്മമാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാം, നിങ്ങൾക്കും ക്വിസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാം, എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമിൽ പങ്കെടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകളുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, ഇപ്പോൾ ഞാൻ ഗർഭിണിയല്ലേ അല്ലെങ്കിൽ ഞാൻ ഡെലിവറി കഴിഞ്ഞ് കിടക്കുമല്ലേ, ഞാൻ എന്ത് പ്രോഗ്രാം അവതരിപ്പിക്കാൻ, അങ്ങനെയല്ല, നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പല രീതിയിലുള്ള ടാലൻറ്റ് ഉണ്ടാവും, അത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഓൺലൈനായിട്ടാണ് നമ്മുടെ ഈ പ്രോഗ്രാമുകളൊക്കെ നടത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാം. കൂടുതൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് നിങ്ങളുടെ പേരും സ്ഥലവും ഡീറ്റെയിൽസും അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ബാക്കി ഡീറ്റെയിൽസും നമ്മുടെ ക്വിസ് കോമ്പറ്റീഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ലഭിക്കുന്നതാണ് കേട്ടോ.